ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തിരുവനന്തപുരം നെടുമങ്ങാട് പനയ്ക്കോട് കുരിയാത്തി സ്വദേശിയായിട്ടുള്ള അരുൺ ബാബുവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 8 വർഷക്കാലമായി അരുൺ കുവൈറ്റിലായിരുന്നു. അതിനുശേഷമാണ് കോവിഡിന് മുന്നേ നാട്ടിലേക്ക് എത്തുകയും പിന്നീട് ഈ കോവിഡ് കാലം അത്രയും നാട്ടിൽ ചിലവഴിച്ച് അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസൽ ആവുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഈ ഒരു വിസ പുതുക്കിക്കൊണ്ട് കഴിഞ്ഞ 7 മാസം മുമ്പ് അരുൺ തിരികെ കുവൈറ്റിലേക്ക് പോയത്. അരുണിൻ്റെ അമ്മയുടെ സഹോദരിയും കുവൈറ്റിൽ ഇതേ കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ അരുണിൻ്റെ വീട്ടിലേക്ക് ഈ ഒരു ദുഃഖവാർത്ത തേടി എത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി തന്നെ ഈ ഒരു സംഭവം നടന്ന സമയത്ത് തന്നെ അരുണിനെ ഇവർ ഫോണിൽ വിളിച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനുശേഷമാണ് അരുണിൻ്റെ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്തിരുന്ന കുഞ്ഞുമ ഇപ്പോൾ നാട്ടിലുണ്ട്. അവരാണ് അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ഈ ഒരു കമ്പനിയിൽ ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും പിന്നീടാണ് ഇന്ന് രാവിലെയോട് കൂടി അരുണിൻ്റെ മരണവാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മോടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു വാർത്ത അറിയുന്നത്? വാർത്ത ആക്സിഡൻ്റ് ആണെന്നുള്ളത് അറിഞ്ഞു. പക്ഷേ ഇങ്ങനെ ഈ കുട്ടി ഇതിൽ വന്നിട്ടുള്ളത് അറിഞ്ഞൂടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞു ഇവനും കുവൈറ്റിലാണെന്നുള്ളത് അറിഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഞങ്ങൾ ഇങ്ങനെ മരിച്ചു എന്നുള്ളത് അറിയുന്നത് ഇതിൽ ഫോണിൽ ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് അറിയുന്നത്. ഒരു 4:30 ആയപ്പോൾ അറിഞ്ഞു. ഈ മന്ത്രി ജിയാറാനിലും സ്ഥലമലയൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അരുണിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിച്ചിരുന്നു. അവർ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു. ഒരു സാധാരണ നിമിഷങ്ങൾ ആകുമ്പോഴേ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ അറിയാം കൊണ്ടുവരുന്നതിനെ പറ്റി. അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഇറങ്ങിയായിരുന്നു അതിനെക്കുറിച്ച്? അതിപ്പോൾ മന്ത്രി അനിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്തായാലും അരുണിനെ സംബന്ധിച്ച് അരുണിൻ്റെ വീട്ടിലെ നിലവിൽ അമ്മയും സഹോദരനും മാത്രമാണുള്ളത്. അരുണിൻ്റെ ഭാര്യയും 2 പെൺമക്കളും നെടുമങ്ങാട് പൂവത്തൂരുള്ള അവരുടെ വീട്ടിലാണ് നിലവിലുള്ളത്. ഇവരും ഈ ഒരു മരണവാർത്ത അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അരുണിൻ്റെ അമ്മ ഇതുവരെയും അരുണിൻ്റെ അമ്മയെ ഈ ഒരു മരണവാർത്ത അറിയിച്ചിട്ടില്ല. അരുണിൻ്റെ അച്ഛനും അതുപോലെ തന്നെ സഹോദരിയും ഒക്കെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണവാർത്ത അവരെ കൊണ്ട് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള ഒരു സംശയത്തിലാണ് കുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാധവനെ ഇതുവരെയും ഈ ഇത്തരത്തിലുള്ള മരണവാർത്ത അറിയിക്കാത്തത്. അരുണിനെ നേരത്തെ അറിയാമോ? ഇവിടെ നാട്ടുകാരാണ്. നേരത്തെ നമ്മളറിയാം. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ ഏറ്റവും നല്ലൊരു പയ്യനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഏതൊരു കുഴപ്പമില്ലാത്ത ഏത് കാര്യത്തിലും പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പയ്യനാണ്. അവസാനമായിട്ട് എത്ര നാളെ ഇവിടെ? 7 മാസമായി. മുമ്പ് കുവൈറ്റിലായിരുന്നു ആള്. ഇപ്പോൾ 7 മാസത്തേക്ക് മുമ്പാണ് വീണ്ടും ഇവിടുന്ന് പോയത്. 2 ചെറിയ കുട്ടികളാണ്. മൂത്ത മോക്ക് 13 വയസ്സുണ്ട്, ഇളയ മോക്ക് 3 വയസ്സുണ്ട്. ശരി, ഒരു സാധാരണ ഒരു കുടുംബം. അത് തന്നെയാണ് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു യുവാവ് തന്നെയായിരുന്നു അരുണെന്നാണ് നാട്ടുകാർ ഓർമ്മിക്കുന്നത്. എന്തായാലും ഈ അരുണിൻ്റെ മരണത്തോടു കൂടി ഈ കുടുംബത്തിലെ ഏക ഒരു വരുമാന മാർഗം കൂടിയായിരുന്നു അരുണിൻ്റെ അമ്മയും ഈ ഭാര്യയും 2 മക്കളും സഹോദരനും അടങ്ങുന്ന ഈ ഒരു കുടുംബം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിലാണ് അവർ ഇപ്പോൾ നിലവിലുള്ളത്.